എന്താ പറഞ്ഞ? നീയല്ലേ വിളിച്ചേ? ഊഞ്ഞാലാടുവോ? അഡ്വഞ്ചർ പാർക്കിൽ പോയേക്കോ? മോനുകുട്ടന് പോയതല്ലയോ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കില്? സ്കൂളിൽ നിന്ന് പോയതല്ലയോ അവിടെ? ഇല്ലേ? എല്ലാരും കൂടെ അവിടെ പോയേക്കുവോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനത് വിചാരിക്കും മീനില്ലല്ലോ. എടുക്കണോ? കറിയുണ്ടോ? ഒത്തിരി കറിയോ? അവൻ എപ്പോഴാണ് നീ ഇതുവഴി വരുന്ന കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഞങ്ങൾ വന്നതൊക്കെ കണ്ടിട്ടില്ല. കത്തിക്കാതെ ഇരുന്ന് കത്തിക്കുമ്പോ പോകാം. അവിടെ അമ്മ ഇത് കത്തിക്കുന്ന നല്ല വെളിയിലെ ആ കല്ല് നല്ല പൊക്കോടും നല്ല രീതിയും അതിനകത്തൊന്നും ഒരു പേപ്പർ കത്തിച്ച് വെച്ചാൽ മതി. ഒട്ടും വരത്തില്ല. എടുക്കാനില്ലേ വെച്ചേക്കുന്നത്? എല്ലാം കൂടെ എടുത്ത് ഇതിലോട്ട് വെച്ചാൽ വെച്ചേക്കുന്നത്. രാവിലെ ഞാനും മുത്തുമണിയും കൂടെ ഇവിടുന്ന് ഇറങ്ങിയത്. മുത്തും അപ്പു എല്ലാരും കൂടെ ആഷിക്കിന്റെ വീട്ടിൽ പോയേക്കോ. ആഷിക്കിന്റെ വീട് കൊട്ടാരക്കരയാണ്. അന്ന് ഇവിടെ വന്നില്ലേ, ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ എല്ലാരും ഇവിടെ വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അപ്പു ഉണ്ട്, മുത്തുണ്ട്, നിശാന്ത് ഉണ്ട്, പിന്നെ ഒരാളൂടെ ഉണ്ട്, പേര് മറന്നുപോയി. അപ്പൊ അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയേക്കുന്നത്. ഇനി കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയേക്കുക. എപ്പോഴാ തിരിച്ചെത്തുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇങ്ങ് പോരുന്നു. സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒരു കുപ്പി വാങ്ങിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാലും വെളിച്ചെണ്ണയും ഒക്കെ മേടിച്ചുകൊണ്ട് പോരുന്നു. കുറച്ച് പഴമൊക്കെ മേടിച്ചു. നാളെ പുട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്താണ്, അമ്മ ഇതിന് കപ്പ വേവിച്ചിട്ടുണ്ട്. മീൻകറി ഇച്ചിരി ഇരിപ്പുണ്ട്. പിന്നെ മീൻ വറക്കാനുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് അടുക്കളയിൽ പണികളൊന്നുമില്ല. ഞാൻ ഞായറാഴ്ച നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ വീടിനകമല്ല, നമ്മൾ വീട് പാലുകാച്ചിന് വന്നതിന് ശേഷം അങ്ങനെ തുടച്ചിട്ടൊന്നുമില്ല. ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് ഞാനൊരു ചേച്ചിയെ വിളിച്ചായിരുന്നു. ചേച്ചി ഉണ്ടായിരുന്നു ജോലിക്ക്. പിന്നെ ഞാൻ രാവിലെ പള്ളിയിൽ പോയി. പിന്നെ വന്നപ്പം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം മാറ്റി എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടാണ് ചേച്ചി പോയത്. അപ്പോൾ പിന്നെ ഞാൻ ലോങ് വീഡിയോ എടുത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേച്ചിക്ക് കേൾക്കൂട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് സമയമായതുകൊണ്ട് ചേച്ചി അങ്ങ് പോയി. മുറ്റം എനിക്ക് തൂത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് മുറ്റം തൂക്കുന്നുണ്ട് അവിടെ. ഇന്നലെ അത് പറ്റിയില്ല. അപ്പം എനിക്കിനി അടുക്കള വലിയ പണികളൊന്നുമില്ല. ഒന്ന് കുളിച്ച് തിരിച്ച് ഇവിടെ മുറിക്കാവല്ലോ ഒന്ന് തൂത്ത് വരണം. ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം. ബെഡ്ഷീറ്റ് ഞാൻ രാവിലെ കഴുകാൻ എടുത്തിട്ട് അവിടെ ഇട്ടിട്ടാണ് പോയത്. ഇനി അതെല്ലാം ഒന്ന് കുടഞ്ഞ് വേറെ ഷീറ്റൊക്കെ കൊണ്ട് വിരിക്കണം. ഇത് പറയുമ്പോൾ വലിയ ജോലിയൊന്നുമില്ല. പക്ഷേ ഈ മെത്ത ഇച്ചിരി നീക്കം എടുക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് പാടാട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് വീഡിയോയിൽ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ഈ കൈ മണ്ണൊക്കെ നമ്മളിവിടെ മുറ്റം വൃത്തിയാക്കിയില്ലെന്ന്. ഞാൻ ശരിക്കും ഒത്തിരിയും കെയർ ചെയ്താണ് എടുക്കുന്നത്. എന്നാലും എൻ്റെ കൈക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ അറിയാതെ ചെയ്തു പോകും. അപ്പം ഷീറ്റൊക്കെ വിരിച്ച് കുളിച്ച് ജപിച്ച് വരാം.
എവിടെ പോയതാ? എന്താണ് അതാ കൂട്ടുകാരോട് എവിടെ പോയത്? പറഞ്ഞു കേട്ടു ഇയാളൊക്കെ ഓടും. ഞാൻ 20 പാർട്ടിക്ക് പോയത്. വരിലെല്ലാം ഇവിടെ കൊണ്ടിട്ടായിരുന്നു. കുറെ ആ മൂന്ന് തീർത്തത് ചക്കയുടെ തീർത്ത് യോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. തക്കാലത്ത് പല കാര്യങ്ങളും വാദത്തരമായ വൃക്ഷം പോലിരിക്കും. അവൻ ചെയ്യും തെറ്റും ചതിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവൾ കാട്ടു പറ്റുന്ന പതിൽ പോലെ എത്രയാക്കിയാൽ ദുഷ്ടന്മാർ ഞാൻ വിശ്വസിക്കുകയും പാപികൾ നീതിപ്പെട്ട സമയത്തും ഉയർന്നിരിക്കില്ല. അഥവാ നീതിമാരുടെ കണ്ണി എറിയുന്നു. നമ്മളിത് എടുത്തില്ലായിരുന്നു പ്രിയങ്ങളെ, ഞാൻ ഇതിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ കുളിച്ചു, പ്രാർത്ഥിച്ചു, പിന്നെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. എപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർത്തത്. മുട്ടിന് താമസിക്കുന്നതിന് അവിടെ ഇരുന്ന് ഒരാൾ എന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടൻ കാർന്നോരും മറ്റൊരു ചുമ്മാ ഇച്ചിരി മസാല ഇട്ട് വരട്ടാം. ഒന്ന് നുറുക്കാം, വലിയ പീസൊക്കെ നമുക്കൊന്ന് ചെറുതാക്കാം. എന്നിട്ട് കഴുകാം. എന്നിട്ട് മെഴുക്കുവരട്ടിയൊക്കെ വെക്കത്തില്ലേ മസാലയൊക്കെ ഇട്ട്, അതുപോലെ മുട്ട വെച്ചു. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 2 പേരെ കണ്ടു, വന്ന് മിണ്ടി. പിന്നെ ഒരാൾ എരുമേലിയിലുള്ളത്, എരുമേലി. ഒരാൾ മണ്ണാറക്കുളം. 2 പേരും അതുവഴി എന്തോ ആവശ്യത്തിന് പോയപ്പോൾ എന്നെ കണ്ട് വന്ന് മിണ്ടിയതാണ് കേട്ടോ. ഒരാൾ വലിയ ആളായിട്ട് ഞാൻ ഇതുണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിപ്പിച്ചത്. ഇനി ഇത് ഇന്ന് എടുത്തില്ലെന്നുണ്ട് ചിലപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെ എന്തായാലും എടുക്കത്തില്ല. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം അതിൻ്റെ കാലാവധി കഴിയും. ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും സമാധാനമായത്. അന്ന് വന്ന് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് വന്ന് താമസമാക്കിയത്. പിന്നെ ആളും ബഹളവും ഒക്കെ എല്ലാവരും ചേച്ചി അതെല്ലാം ക്ലീനാക്കി തന്നു. ഒരു വലിയ സഹായമായിരുന്നു. ഇനി 1-ാം തീയതിക്ക് മുമ്പ് ഒന്നുകൂടി വരണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് 1-ാം തീയതി എന്നറിയാമോ? ചിങ്ങ 1-ന് മുമ്പ്. നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. നമുക്കൊന്ന് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ഒരുങ്ങണം എന്നാണ് ആഗ്രഹം. പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്ന കൂണ് പോലെ ഒരുപാട് വൃത്തിയാക്കലിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കട്ടെ. ഇനി അടച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്തെ വെള്ളമെല്ലാം ഏറണം. അച്ചാച്ചൻ വരാത്തതിൻ്റെ വൈരാഗ്യം എന്നോട് തീർക്കുക. അച്ചാച്ചനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന്. എവിടെ പറഞ്ഞു വിടാന്? പിള്ളേർ വലുതാകുമ്പോൾ അങ്ങനെയൊക്കെ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ പോവും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും.
മോനുകുട്ട വലുതാകുമ്പോഴും അങ്ങനെയൊക്കെ ഇല്ലേ? പിന്നെ അമ്മ പറയാം മോനെ പോകണ്ട എന്ന് പറഞ്ഞാൽ മോൻ പോകാതിരിക്കൂ. അയ്യോ, നിങ്ങളൊക്കെ വലിയ പുരുഷന്മാരാകുമ്പോൾ നമ്മളൊന്നും പറയുന്ന കാര്യമില്ല. പറയണ്ടേ? നീ എന്നോട് വഴക്കിടുന്ന എന്തിനാ? അവൻ പോയേനെ എന്നോട് എന്തിനാ വഴക്കിടുന്നേ? അവന്റെ ഫോൺ എടുത്ത് വിളിച്ച് പോര്. എന്താ ചോദിക്ക്? ഫോൺ എടുത്തോണ്ട് ഒന്ന് വിളിക്കിച്ചാലോ? എവിടാന്ന് ചോദിയിട്ട്. ഇതൊരു കഷ്ടമാണെന്ന് പറയുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്കാണല്ലോ അടി. അവര് കണ്ട് പറഞ്ഞു പെട്ടെന്ന് വിളിച്ചു. 2 മണിയൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. നേരത്തെ ഇവിടെ ഭയങ്കര വഴക്കാന്ന് പറ മോന്. മോര് കണ്ടിട്ടുണ്ടെങ്കിൽ കരയുന്നു. പെരക്കകത്തോട്ട് പോലും കയറുന്നില്ല. അച്ചാച്ചനെ കാണണമെന്നും പറഞ്ഞു. ഞാനേ ഇവിടെ ഇരുന്ന വിളിച്ചത്. ഭയങ്കര വഴക്കാടാ എന്നോട്. നിന്നെ പറഞ്ഞു വിട്ടോ? നീ എന്നെ എന്തിനാ ഞാൻ ഇറക്കി വിട്ടേന്ന്? കരയോ അതുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഞാൻ ചെന്നപ്പം അവർക്ക് കരയുന്നു. വിളിക്കേ നീ അവനോട് സംസാരിച്ചേ. ഹലോ, നീ എന്നാത്ത് വിളിക്കാൻ? അതിനകത്ത് വിളിച്ചത്. മതി മതി മതി. ഞാൻ കഴിക്കാൻ പോകും. അവൻ 10:30 ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂണൊക്കെ സെറ്റായി. അമ്മ ചോറുണ്ടു. ഞാൻ കഴിക്കാൻ പോവാണ്. മോനുകുട്ടന് വിശപ്പില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചപ്പോൾ മോനുകുട്ടന് രാവിലെ നമ്മൾ കുഞ്ഞിനപ്പത്തിൻ്റെ മാവ് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയായിരുന്നേ. കിണ്ണത്തപ്പം വട്ടയപ്പം അതില്ലേ, അതുണ്ടാക്കിയായിരുന്നു. അതൊക്കെ കഴിച്ച്. അതുകൊണ്ടായിരിക്കും വിശപ്പില്ലെന്ന് പറഞ്ഞു. അപ്പം മുത്ത് വരാൻ താമസിക്കും, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോകണം. എനിക്ക് വിശക്കും. കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എന്തായാലും ഇവിടെ വരണ്ടേ? അപ്പോൾ വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കട്ടെ. എനിക്ക് മുന്നേ ജോലിയൊക്കെ ഉണ്ട്. കഴിച്ചിട്ട് കേട്ടോ. ചോറ് വിളമ്പി. അമ്മ ഇന്ന് കപ്പ വേവിച്ചിട്ടുണ്ടേ. ഇന്നലെ വീട്ടിൽ വരെ ഒന്ന് പോയായിരുന്നു. ചോറ് കുറച്ചേ എടുത്തോളൂ, കാരണം കപ്പ. കൂണ് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ കറിയെ തീയലും കൂടെ എടുത്തു. മോരുകറിയൊക്കെ ഉണ്ട്, വേണ്ട, ഇത്രയൊക്കെ കൂട്ടാൻ പോരെ. അപ്പോൾ ഇന്നത്തെ അത്താഴം റെഡി. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരെയും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. വീണ്ടും നല്ല വിശേഷങ്ങളുമായി കാണാമെന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ. ടാറ്റാ. ഓക്കെ, ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.